നമ്മൾ ജീവിക്കുന്ന ഈ പ്രപഞ്ചം ഇത് വെറുമൊരു യാദൃശ്ചികതയാണോ അതോ വളരെ കൃത്യമായി ആരോ ഡിസൈൻ ചെയ്ത പോലെ ചിട്ടപ്പെടുത്തിയ ഒന്നാണോ? ഇത് വലിയൊരു ചോദ്യമാണല്ലേ? ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മൾ ഇന്ന് നമ്മുടെ സ്രോതസ്സുകളെ അടിസ്ഥാനമാക്കി അന്വേഷിക്കാൻ പോകുന്നത്. ഫൈൻ ട്യൂൺഡ് യൂണിവേഴ്സ് എന്ന ആശയത്തിലേക്കാണ് നമ്മൾ ഇന്ന് കടക്കുന്നത്. അപ്പോ എന്താണ് ഈ ഫൈൻ ട്യൂണിംഗ്? പേര് കേൾക്കുമ്പോൾ എന്തോ വലിയ സയൻസാണെന്ന് തോന്നാം. പക്ഷെ സംഭവം വളരെ സിമ്പിളാണ്. നമ്മുടെ സ്രോതസ് ഇത് വിശദീകരിക്കുന്നത് നമുക്കെല്ലാവർക്കും എളുപ്പത്തിൽ മനസ്സിലാകുന്ന ഒരു ചെറിയ ഉദാഹരണം വെച്ചാണ്. ശരി, അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എന്താണ് ഈ ഫൈൻ ട്യൂണിംഗ് അല്ലെങ്കിൽ സൂക്ഷ്മമായ ക്രമീകരണമെന്ന് പറയുമ്പോൾ നമ്മുടെ സ്രോതസ്സുകൾ യഥാർത്ഥത്തിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? നമുക്ക് നോക്കാം. ഇപ്പൊ നമ്മൾ ഒരു റേഡിയോ സ്റ്റേഷൻ കേൾക്കുകയാണെന്ന് വെക്കുക. 105.2 FM-ലാണ് പാട്ട് വരുന്നതെങ്കിൽ നമ്മൾ ഡയൽ തിരിച്ച് 105.1-ലോ അല്ലെങ്കിൽ 105.3-ലോ വെച്ചാൽ നമുക്ക് ആ പാട്ട് ക്ലിയറായി കിട്ടുവോ? ഇല്ലല്ലോ. അതുപോലെ തന്നെയാണ് പ്രപഞ്ചത്തിന്റെ കാര്യവും. അതിനും ചില കൃത്യമായ സെറ്റിംഗ്സ് ഉണ്ട്. അപ്പോ ഈ പറയുന്ന സെറ്റിംഗ്സ് അല്ലെങ്കിൽ ക്രമീകരണങ്ങൾ അതൊക്കെ എന്തൊക്കെയാണ്? ഈ പ്രപഞ്ചം ഉണ്ടാക്കാനുള്ളൊരു റെസിപ്പി എന്ന് വേണമെങ്കിൽ പറയാമല്ലേ? ആ റെസിപ്പിയിലെ പ്രധാന ചേരുവകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. നമ്മുടെ ഈ പ്രപഞ്ചം മുഴുവൻ നിലനിൽക്കുന്നത് പ്രകൃതിയിലെ വെറും 4 അടിസ്ഥാന ബലങ്ങളെ ആശ്രയിച്ചാണ്. ഒരു വീടിന്റെ 4 തൂണുകൾ പോലെ ഈ 4 ബലങ്ങളാണ് എല്ലാത്തിനെയും താങ്ങി നിർത്തുന്നത് എന്നാണ് സ്രോതസ്സുകൾ പറയുന്നത്. പക്ഷേ ഈ ബലങ്ങള് വെറുതെ ഉണ്ടായാൽ മാത്രം പോര കേട്ടോ. അവയോരോന്നിന്റെയും ശക്തി, മറ്റു പല അളവുകൾ, ഇതെല്ലാം ഒരു നൂലിഴ പോലും തെറ്റാതെ അത്രയ്ക്ക് കൃത്യമായിരിക്കണം. ഇത് മനസ്സിലാക്കാൻ ഏറ്റവും എളുപ്പമുള്ളൊരു ഉദാഹരണമാണ് വടംവലി. 2 ടീമും ഒരേ ശക്തിയിൽ വലിക്കുകയാണെങ്കിൽ ആരും ജയിക്കില്ല, ആരും തോൽക്കുകയുമില്ല, അല്ലേ? ആ വടം നടുക്ക് തന്നെ നിൽക്കും. ഏകദേശം അതുപോലൊരു ബാലൻസിലാണ് കാര്യങ്ങൾ. അപ്പോൾ ഈ ബാലൻസ് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഈ വടംവലിയിൽ ഏതെങ്കിലും ഒരു സൈഡ് ഒന്ന് സ്ട്രോങ് ആയാൽ എന്ത് സംഭവിക്കും? ആ ഒരു പോയിന്റിലേക്കാണ് നമ്മളിനി പോകുന്നത്. ഉദാഹരണത്തിന് ഗുരുത്വാകർഷണം തന്നെ എടുക്കാം. അതിന്റെ ശക്തി ഇപ്പോഴുള്ളതിനേക്കാൾ ഒരു തരി, ഒരൽപ്പം മാത്രം കൂടുതലായിരുന്നെങ്കിൽ ഈ പ്രപഞ്ചമുണ്ടായ ഉടൻ തന്നെ ഉള്ളിലേക്ക് ചുരുങ്ങി ഇല്ലാതായനെ. ഇനി അതൊന്ന് കുറവായിരുന്നെങ്കിലോ? ഒന്നും ഒന്നിനോടും ആകർഷിക്കില്ലായിരുന്നു. നക്ഷത്രങ്ങളോ ഗ്രഹങ്ങളോ നമ്മളോ ഒന്നും ഉണ്ടാകുമായിരുന്നില്ല. ഇതുപോലെ തന്നെയാണ് ഡാർക്ക് എനർജിയുടെ കാര്യവും. അതും ഒരു കത്തിയുടെ വായ്ത്തല പോലെ കണിശമായിരിക്കണം. അത് കൂടിയാലും പ്രശ്നാണ്, കുറഞ്ഞാലും പ്രശ്നാണ്. ഈ ഒരു ബാലൻസിലാണ് പ്രപഞ്ചം നിലനിൽക്കുന്നത്. അതായത് സിമ്പിളായി പറഞ്ഞാല് ഗുരുത്വാകർഷണം ഒരു വണ്ടിയുടെ ബ്രേക്കാണെങ്കിൽ ഡാർക്ക് എനർജി അതിന്റെ ആക്സിലറേറ്ററാണ്. ഒന്ന് വേഗത കുറയ്ക്കാൻ ശ്രമിക്കുമ്പോൾ മറ്റേത് കൂട്ടാൻ ശ്രമിക്കുന്നു. ഇവ രണ്ടും ഒരുമിച്ച് കൃത്യമായി പ്രവർത്തിച്ചില്ലെങ്കിൽ ആ വണ്ടി അപകടത്തിൽപ്പെടും. അതുപോലെ തന്നെയാണ് പ്രപഞ്ചത്തിന്റെ കാര്യവും. ഇത്രയും കണിശമായ ഈ ക്രമീകരണങ്ങളൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ സ്വാഭാവികമായും ഒരു ചോദ്യം വരും, അല്ലേ? ഇതെല്ലാം വെറും യാദൃശികമായി സംഭവിച്ചതാണോ? അതോ ഇതിനു പിന്നിൽ മറ്റെന്തെങ്കിലും ഉണ്ടോ? ഇത്രയും സങ്കീർണമായ, ഇത്രയും കൃത്യമായൊരു സിസ്റ്റം വെറുമൊരു ആക്സിഡന്റായിട്ട് സംഭവിച്ചതാണോ? നമ്മുടെ സ്രോതസ്സുകൾ ഈ ചോദ്യത്തെ നേരിട്ട് തന്നെ സമീപിക്കുന്നുണ്ട്. ഈ സാധ്യത എത്രത്തോളം ചെറുതാണെന്ന് കാണിക്കാൻ വേണ്ടി നമ്മുടെ സോഴ്സിൽ പറയുന്ന ഒരു ക്ലാസിക് ഉദാഹരണമുണ്ട്. ഒരു കുരങ്ങിനെ ഒരു ടൈപ്പ്റൈറ്ററിന് മുന്നിൽ കൊണ്ടിരുത്തുന്ന ആ സംഭവം തന്നെ. അപ്പം ആ കുരങ്ങൻ വെറുതെ കീബോർഡിലടിച്ച് ഹലോ എന്നൊരു 5 അക്ഷരവാക്ക് ടൈപ്പ് ചെയ്യാനുള്ള സാധ്യത എത്രയാണെന്നറിയോ? 1,18,00,000-1 മാത്രം. ഇനി ഒന്ന് ആലോചിച്ച് നോക്കൂ. വെറും 5 അക്ഷരമുള്ളൊരു വാക്കിന്റെ കാര്യം ഇതാണെങ്കിൽ കോടിക്കണക്കിന് നിയമങ്ങളും കണക്കുകളുമുള്ള ഈ പ്രപഞ്ചം യാദർശികമായി ഉണ്ടാകാനുള്ള സാധ്യതയെപ്പറ്റി നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുമോ? ഏതാണ്ട് 0 തുല്യമായിരിക്കും, അല്ലേ? അപ്പോൾ ഇത് യാദൃച്ഛികമല്ലെങ്കിൽ പിന്നെ എന്താണുത്തരം? അവിടെയാണ് ഈ വാദം അതിന്റെ അവസാന ഭാഗത്തേക്ക് കടക്കുന്നത്. ക്രമം തനിയെ ഉണ്ടാകില്ലെങ്കിൽ പിന്നൊരു ക്രമത്തിന്റെ സാന്നിധ്യം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഇത് മനസ്സിലാക്കാൻ അവർ പറയുന്ന അവസാനത്തെ ഉദാഹരണം ഇതാണ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മൾ മുൻപൊരിക്കലും പോയിട്ടില്ലാത്ത ഒരു ഗ്രഹത്തിൽ ചെന്നിറങ്ങുന്നു. അവിടെ ഒരു പുസ്തകം കാണുന്നു. അത് കാറ്റിലും മഴയിലും തനിയെ ഉണ്ടായതാണെന്ന് നമ്മൾ വിശ്വസിക്കുമോ? ഇല്ലല്ലേ? തീർച്ചയായും അതിനൊരു എഴുത്തുകാരനുണ്ടാകുമെന്ന് നമ്മൾ ചിന്തിക്കും. അതായത് സംഭവം വളരെ ലളിതമാണ്. ഒന്ന്, നമ്മൾ അർത്ഥവത്തായൊരു ക്രമം കാണുന്നു, പുസ്തകം പോലെ. 2, അത് യാദൃച്ഛികമായി ഉണ്ടാകാൻ ഒരു സാധ്യതയുമില്ലെന്ന് നമുക്കറിയാം. അപ്പൊ പിന്നെ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താ? തീർച്ചയായും അതിനൊരു രചയിതാവുണ്ടെന്ന് നമ്മൾ ഉറപ്പിക്കും.
ഈയൊരു ലോജിക് വെച്ചാണ് നമ്മുടെ സ്രോതസ് പറയുന്നത് ഈ പ്രപഞ്ചം തന്നെ അതിനെ ഉണ്ടാക്കിയ ഒരാളുടെ അടയാളങ്ങൾ അല്ലെങ്കിൽ ആയത്തുകൾ നമുക്ക് കാണിച്ചു തരുന്നുണ്ടെന്ന്. ഇതാണ് ഈ വാദത്തിന്റെ കാതൽ. അപ്പോ ഈ ഫൈൻ ട്യൂണിംഗ് എന്ന വാദം നമ്മളെ കൊണ്ടെത്തിക്കുന്നത് ഇങ്ങോട്ടേക്കാണ്. പ്രപഞ്ച നിയമങ്ങൾ ഒരു ഭാഷ പോലെയാണെങ്കിൽ ആ ഭാഷയിലൂടെ അത് നമ്മളോട് പറയാൻ ശ്രമിക്കുന്ന കഥ എന്താണ്? ഈയൊരു ചോദ്യം നിങ്ങൾ കൈവിട്ട് തന്നുകൊണ്ട് ഇന്നത്തെ ഈ വിവരണം നമുക്കിവിടെ നിർത്താം. ഒന്നാലോചിച്ചു നോക്കൂ.